ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീട് കാണിച്ചു തരാം കേട്ടോ. കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഒരു അരയന്നത്തിന് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ശരിക്കും ചെടികൾ വെച്ചിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ അകം കാണാം കേട്ടോ. പ്ലാന്റ്സ് ഉണ്ട്, ശരിക്കും എല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഞാൻ ടി വി ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത് ലോങ് ആയിട്ട് നിന്ന് കാണിച്ചു തരാം. ഇതാണ്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് തുണി കൊണ്ടാണ്. തുണി വെച്ചിട്ട് സിമെൻറ്റിൽ ചെയ്തിരിക്കുന്നതാണ്. സിമെൻറ്റ്, വൈറ്റ് സിമെൻറ്റ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇതെല്ലാം തുണി വെച്ചിട്ട് ഓരോ മോഡലും ഞാൻ ചെയ്തിരിക്കുകയാണ്. ഇത് തുണിയാണ്, കമ്പി, സിമെൻറ്റ്, തുണി, വൈറ്റ് സിമെൻറ്റ് ഉണ്ട്. ഇത് വേറൊരു മോഡലാണ്. എല്ലാം തുണി കൊണ്ട് ചെയ്തിട്ട് പെയിൻറ് അടിച്ചെടുത്തിരിക്കുന്നതാണ്. പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷം ചെയ്യുന്ന സംഭവമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആരും അതിനെ മൈൻഡ് ചെയ്യില്ല എന്നുള്ളതാണ്. എല്ലാവരും കെയർലെസ് ആയിട്ട് തന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് തന്നെ ഉപയോഗിക്കും. അതിൻ്റെ ദോഷ്യവശങ്ങൾ എന്തെല്ലാമാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം, എന്നാൽ അത് യൂസ് ചെയ്യുകയും ചെയ്യും. എല്ലാം തുണിയാണ്. ഇതെൻ്റെ ലക്കി ബേബീൻ്റെ ബാറ്റാണ്. അവനിവിടെ കിടപ്പുണ്ട്. ഞാൻ റൂമിലേക്ക് കയറാവുന്നതാണ്. ഇത് ഇൻഡോർ പ്ലാന്റ് ആണ്. തെങ്ങിൻ്റെ വേറെ ഒരു ഐറ്റമാണ്. പക്ഷേ ഇതിനെന്താ പേര് പറയും കേട്ടോ, അതെനിക്കറിയില്ല. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് കമ്പി വെച്ചിട്ടാണ് കേട്ടോ. കമ്പിയും പേപ്പറും ഒക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്, പെയിൻ്റൊക്കെ യൂസ് ചെയ്തിട്ട്. ഞാൻ പിന്നെ എൻ്റെ വീട് എപ്പോഴും നല്ല നീറ്റാക്കി ഇടും കേട്ടോ. ഇത് വാടക വീടാണ് എങ്കിൽ കൂടിയും ഞാൻ എപ്പോഴും നല്ല നീറ്റായിട്ടിടും. നമ്മുടെ സ്വന്തം വീട് എങ്ങനെയാണ് നമ്മൾ നീറ്റാക്കി ഇടുക, അതുപോലെ തന്നെ. ഇത് അടുത്ത റൂമാണ്. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് ചെടികൾ, ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട് പ്രത്യേകിച്ച് ചെടിച്ചട്ടി ഒന്നും വെച്ചിട്ടില്ല. ഇവിടെ 2 കുപ്പിയിൽ മണി പ്ലാന്റ് മാത്രം വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ കുഞ്ഞിൻ്റെ ബെഡാണ്. പക്ഷേ അവനവിടെ കിടക്കില്ല, എൻ്റെ കൂടെയാണ് കിടക്കുന്നത്. നമ്മൾ വാടക വീടാണെന്നും പറഞ്ഞിട്ട് സൂക്ഷിക്കാണ്ടിരുന്നാൽ ശരിയാവില്ല. എല്ലാം നല്ല നീറ്റാക്കി ഇടണം. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ഈ വെറുതെ ഇരിക്കുന്ന സമയം നമുക്ക് ഒരുപാട് സമയങ്ങൾ കണ്ടെത്താൻ പറ്റും. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഫ്രീ ടൈം ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് സമയങ്ങൾ കണ്ടെത്താൻ പറ്റും. ആ കണ്ടെത്താൻ 5 മിനിറ്റ് ആയാലും കൊള്ളാം, 10 മിനിറ്റ് ആയാലും കൊള്ളാം. ആ സമയം നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇനി ഒരുപാട് ചെടിച്ചട്ടികൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, പല മോഡലുകൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെയാണ് ടി വി ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള ഐഡിയാപരമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതിന് യാഥാർത്ഥ്യമായിട്ടോ യാതൊരു ബന്ധമില്ല കേട്ടോ. എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില ഐഡിയാസ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ വീട് കാണിക്കും, മൊത്തത്തിൽ കാണിക്കും. അത് ടോയ്ലറ്റാണ്, ഇത് കിച്ചണാണ്. ചെറിയ കിച്ചണാണെങ്കിലും വളരെ മനോഹരമായിട്ട് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. വീടിന് വലിപ്പമൊന്നും വേണ്ട, നമ്മുടെ മനസ്സിന് വലിപ്പം ഉണ്ടായാൽ മതി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട് കാണിച്ചു തരാൻ കഴിഞ്ഞതിൽ എനിക്ക് മതിയായ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും എൻ്റെ ലക്കി ബേബിയും കൂടെ ടി വി കാണാൻ പോകുന്നു.